നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാനിത് നിൽക്കുന്ന ഒരു ശനി ഭഗവാന്റെ അമ്പലത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ ശനി ഭഗവാനും ആഞ്ജനേയ സ്വാമിയുമാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ശനിയാഴ്ചയാണ്. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് കഷ്ടകാലം, ദുഃഖം, ദുരിതങ്ങൾ എല്ലാം മാറി സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ നമുക്ക് നല്ലതാണ്. കൂടാതെ തന്നെ നമുക്ക് ഗ്രഹദോഷങ്ങൾ, ശനിദോഷങ്ങൾ, ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ കാഠിന്യം കുറഞ്ഞു കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏഴര ശനി, കണ്ടക ശനിയൊക്കെ ഒരുപാട് കാഠിന്യമുള്ള ദോഷങ്ങളാണ്. അതിൻ്റെയൊക്കെ കാഠിന്യം കുറയാനും നമുക്ക് ശനി ഭഗവാനെ തൊഴുന്നത് വഴി കഴിയും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ദൈവത്തിന് സമർപ്പിക്കുന്നത് കടുകെണ്ണയാണ്. പിന്നെ കുരുമുളക്, കറുത്ത തുണി, കറുത്ത ചരട്, ഇതൊക്കെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. കൂടുതലും നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ മാറുന്നതിന് വന്ന് തൊഴുന്നതും നല്ലത് തന്നെയാണ്, ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ചും. കൂടാതെ ഹനുമാൻ സ്വാമിക്കും അതിജീവനത്തിൻ്റെ ശക്തിയൊക്കെ നമുക്ക് കിട്ടാൻ, സാമ്പത്തിക ഭദ്രതയ്ക്ക്, കഷ്ടങ്ങളൊക്കെ മാറി കിട്ടാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഞാൻ കുറച്ച് കാണിക്കാം. ഇവിടെ അമ്പലത്തിൻ്റെ നല്ല തിരക്കുള്ളൊരു അമ്പലമാണ്. ഞാൻ കാണിക്കാം, അതായത് എന്തൊക്കെയാണ് സമർപ്പിക്കുന്നതെന്നും ഒക്കെ ഞാൻ കാണിക്കാം. ഞാൻ അമ്പലത്തിലോട്ട് കയറുകയാണ്. ഇവിടെ ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നമ്മൾക്ക് വിഷമങ്ങളെല്ലാം മാറാനായിട്ട് ആദ്യമായിട്ട് ഇവിടെ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ എല്ലാവരും തിരക്ക്. ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തത്. അത് ശനി ഭഗവാനെയും കാണിക്കാം. ശനി ഭഗവാന്റെ മൂർത്തിയാണ്. ഇവിടെ ഇരുന്ന ആൾക്കാർ ഹനുമാൻ ചാലിസ, ശനി മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലാറുണ്ട്. അത് ഒത്തിരി നല്ലതാണ്. ശനിയാഴ്ച ദിവസം വരാറുള്ളത്. ഇവിടെ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ നിന്ന് ആൾക്കാർ ചൊല്ലാറുമുണ്ട്. ഇവിടെയാണ്. കൂടാതെ ശനി ഭഗവാന്റെ ദിവസങ്ങളായ ശനീശ്വര ജയന്തി, ശനി പൂജയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. കാണുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവരും. നല്ല തിരക്കാണ് ഇവിടെ. ഇതാണ് ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. പ്രസാദം നമുക്ക് ആഞ്ജനേയ സ്വാമി 3 പ്രാവശ്യം വലത്ത് വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ, നമുക്ക് കണ്ണീർ ദോഷമൊക്കെ ഉള്ളതൊക്കെ മാറിക്കിട്ടാൻ എന്നാണ് പറയുന്നത്. പിന്നീട് അമ്പലത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് ശിവഭഗവാന്റെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇത് കൃഷ്ണൻ്റെ. ഇവിടെ ഒരു തുളസിയുടെ വെച്ചിട്ടുണ്ട്, തുളസി. ഇവിടെ ഒരു ശിവമൂർത്തിയാണ്. ഇവിടെ നമ്മൾ തന്നെ ഇതെടുത്തിങ്ങനെ ശിവമൂർത്തിക്ക് പൂജ ചെയ്യാറുണ്ട്. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനി ഞാൻ കാണിക്കാം മുന്നോട്ട് പോയിട്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോമകുണ്ഡമുണ്ട്. അത് ഹോമകുണ്ഡത്തിൽ ശനിയാഴ്ച ദിവസം അത് എന്താ പറയുക, നാളികേരം അതിനകത്ത് ഇടാറുണ്ട്. നാളികേരം ഇട്ട് പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളൊക്കെ മാറാൻ നല്ലുണ്ടോ. കണ്ടോ ആളുകളൊക്കെ വിളക്ക് കത്തിക്കുന്നത്. അതൊക്കെ ഒത്തിരി നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം ഇവിടെ വരുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. അതുപോലെ ഹനുമാൻ ദേവനെ ആരാധിക്കുന്നതുകൊണ്ട് അപകടങ്ങൾ കുറയ്ക്കുന്ന ബലവും ധൈര്യവും ഒക്കെ നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ശനിയാഴ്ച ദിവസം ഹനുമാൻ ദേവനെ ആരാധിക്കുന്നത്, ശനി ഭഗവാനെ പ്രസാദിക്കുന്നതും ഒരുപാട് നല്ല കാര്യമാണ്. വേറെ ഞാനൊരു കാര്യം കാണിക്കാം.
ഇത് ഇവിടെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പീപ്പിൾ ട്രീ ആണ്. ഈ പീപ്പിൾ ട്രീയുടെ മുന്നിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന ദോഷങ്ങളൊക്കെ, നമുക്ക് നേരെ വരുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അത് ഈ ഒരു മരം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അതായത് നമുക്ക് നേരെ ദോഷങ്ങളൊക്കെ വരാതെ കാത്തുകൊള്ളും. ഇത് റോഡാണ്. ഞാൻ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നോക്കിക്കോട്ടെ. പിന്നെ ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് പൂജാദ്രവ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് ആ ചേച്ചി. ഇതാണ് ഈ എണ്ണ കൊടുക്കും. ഈ എണ്ണ പിന്നെ ഈ നാളികേരം, എന്താ പറയുക, നാളികേരം, പിന്നെ കൂടാതെ ഈ നാരങ്ങയും പച്ചമുളകും കൂടെ കോർത്തത്, അതും ഹനുമാൻ സ്വാമിക്കും ശനി ഭഗവാനെയും പൂജിച്ചു കൊണ്ടുവന്ന് നമ്മൾ വണ്ടിയിൽ കെട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണേർ ദോഷം മാറുന്നതിനും കൂടാതെ വീടിൻ്റെ മെയിൻ ഡോറിൽ നമ്മൾ കെട്ടാറുണ്ട്. അതുമൊക്കെ കണ്ണേർ ദോഷം മാറുന്നതിനുള്ളതാണ്. വീണ്ടും ഞാൻ കാണിക്കുകയാണ്. ഞാൻ അമ്പലത്തിൻ്റെ പുറത്തോട്ടിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. ഗ്രില്ലിലൂടെയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇതാണ് കാണുന്നത്. ഒരുപാട് നല്ല അമ്പലമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിവിടെ വരുന്ന ഒരുപാട് നല്ല, ഞാൻ മുടക്കാറില്ല. ഞാൻ എല്ലാ ശനിയാഴ്ചയും വരാറുണ്ട്. ഇവിടെ പ്രസാദം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പ്രസാദം ഇങ്ങനെ എടുത്ത് ആൾക്കാർ ഹനുമാൻ സ്വാമിയുടെയാണ് എടുത്ത് തൊടാറുമുണ്ട്. കൂടാതെ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പം അമ്പലത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിറയെ ആളാണ്. നല്ല തിരക്കുള്ളൊരമ്പലമാണ്. ശനിയാഴ്ച ദിവസം എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഇപ്പം ഇപ്പം തന്നെ മണി ഇത്രയും ആയിട്ട് പോലും അമ്പലത്തിൽ ആളിന് ഒരു കുറവും ഉള്ളതല്ല. നല്ല തിരക്കുണ്ട്. അതുമാത്രമല്ല വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജീവിതത്തിലെ കഷ്ടതകളും തടസ്സങ്ങളും എല്ലാം മാറി എല്ലാവർക്കും നല്ലത് വരട്ടേന്ന് പ്രാർത്ഥിക്കുന്ന, മനസ്സിന് ധൈര്യം, സാമ്പത്തിക ഭദ്രത എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശനി ഭഗവാന്റെയും ആഞ്ജനേയ സ്വാമിയുടെ ഐശ്വര്യവും അവരുടെ പ്രസാദിക്കുന്ന വഴി ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം ഒരു നല്ല വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.